Hello everyone, welcome to Gboard SSLC. It's me Nafi. എല്ലാവർക്കും മക്കളെ Gboard 10ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നമ്മുടെ ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് മിക്കവാറും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്, എല്ലാ കാര്യങ്ങളും നമ്മൾ തരുന്നത് കമന്റ് ബോക്സ് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയാണ്. എല്ലാവരും നിർബന്ധമായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, ജിൽജിലാക്കുക, സെറ്റാക്കുക. അപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലൈമറ്റിക് റീജിയൻ ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് അഥവാ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് പഠിച്ചിരിക്കേണ്ടത് എന്ന്. ഏതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഏതാ? വേർ ഈസ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻ ഈസ് സിറ്റുവേറ്റഡ്? എക്സ്പ്ലെയിൻ ദ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദിസ് റീജിയൻ. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ പ്രദേശത്തിന്റെ കാലാവസ്ഥാ സവിശേഷതകൾ വിശദീകരിക്കുക. ഇങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം അല്ലെ. അതായത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ എവിടെയാണുള്ളത്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഈ പ്രദേശത്തിന്റെ കാലാവസ്ഥ സവിശേഷതകൾ എന്തൊക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇവിടെയാണ് എന്തുള്ളത്, മെഡിറ്ററേനിയൻ സീ അഥവാ മെഡിറ്ററേനിയൻ കടലുള്ളത്. ഈ മെഡിറ്ററേനിയൻ സീ അഥവാ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റും കാണുന്ന ക്ലൈമറ്റിക് റീജിയൻ അഥവാ കാലാവസ്ഥാ മേഖലയെ വിളിക്കുന്ന പേരാണ് എന്ത്, മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ അഥവാ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. അപ്പൊ എന്താണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ അഥവാ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞാൽ ദ ക്ലൈമറ്റിക് റീജിയൻ അറൌണ്ട് മെഡിറ്ററേനിയൻ സീ, മെഡിറ്ററേനിയൻ കടലിന് ചുറ്റും കാണുന്നതാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ. ഇനി ഇതിലൊരു പോയിന്റും കൂടി നിങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റും മാത്രമല്ലുള്ളത്. ഈ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെയുള്ള ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശങ്ങൾക്കിടയിൽ ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്ത് കാണാം, സൗത്ത് അമേരിക്കയിൽ തെക്കേ അമേരിക്കയിൽ കാണാം, നോർത്ത് അമേരിക്ക അഥവാ വടക്കേ അമേരിക്കയിൽ കാണാം. അതായത് ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ അഥവാ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയുടെ അതേ കാലാവസ്ഥാ സവിശേഷതകൾ തെക്കേ അമേരിക്കയിലും ആഫ്രിക്കയിലും നോർത്ത് അമേരിക്ക അഥവാ വടക്കേ അമേരിക്കയിലും ഉണ്ട്. അപ്പൊ ഇവിടങ്ങളിൽ കാണുന്ന ഇതേ സ്ഥലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ അഥവാ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. ഇനി ഇവിടുത്തെ സവിശേഷത എന്തൊക്കെയാടാ? എന്താണ്? ഡ്രൈ സമ്മേഴ്സ് ആൻഡ് ഹ്യൂമിഡ് വിന്റേഴ്സ് അല്ലെ, വരണ്ട വേനൽക്കാലവുമാണ്, ആർദ്രതയുള്ള ശൈത്യകാലവുമാണ്. അതേപോലെ തന്നെ സമ്മർ സീസൺ അഥവാ ഉഷ്ണകാലത്തെ താപനില എത്രയാ, 20 to 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. വിന്റർ സീസൺ അഥവാ ശൈത്യകാലത്തെ താപനില എത്രയാ, 10 to 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുമാത്രമല്ല ഇവിടെ വിന്റർ സീസൺ അഥവാ ശൈത്യകാലത്താണ് എന്ത് കിട്ടുക, റെയിൻഫോൾ അഥവാ മഴ കിട്ടുക എത്രയാണ്, 30 to 75 സെന്റിമീറ്റർ വരെ എന്ത് കിട്ടും, മഴ കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ സിട്രസ് ഫ്രൂട്ട്സും ഫലങ്ങളും അതേപോലെ ഗ്രേപ്സ് മുന്തിരിയും ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ ദ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് ഓഫ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. മിതോഷ്ണ പുൽമേടുകളുടെ കാലാവസ്ഥാ സവിശേഷതകൾ വ്യക്തമാക്കാനാണ്. മക്കളെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്തോ. ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യട്ടോ. അപ്പൊ എന്താണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അഥവാ മിതോഷ്ണ പുൽമേടുകൾ എന്ന് പറഞ്ഞാൽ, ടെമ്പറേറ്റ് സോൺ അഥവാ മിതോഷ്ണ മേഖലയിൽ കാണുന്ന ഗ്രാസ് ലാൻഡ്സ് അഥവാ പുൽമേടുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. ഏഷ്യയിൽ സ്റ്റെപ്പി എന്ന് വിളിക്കും, നോർത്ത് അമേരിക്കയിൽ പ്രയറീസ് എന്ന് വിളിക്കും, സൗത്ത് അമേരിക്കയിൽ തെക്കേ അമേരിക്കയിൽ പാമ്പാസ് എന്ന് വിളിക്കും, ആഫ്രിക്കയിൽ വെൽഡ് എന്ന് വിളിക്കും, ഓസ്ട്രേലിയയിൽ ഡൗൺസ് എന്ന് വിളിക്കും കേട്ടോ. അങ്ങനെ ലോകത്തിന്റെ പലയിടങ്ങളിലും ഇത് കാണുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാടാ? ദീസ് ആർ ലൈ ബിറ്റ്വീൻ 40 to 50 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് അല്ലെ, 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. ഈ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എവിടെ കാണുക, 40 to 50 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് അല്ലെ, 40 മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിലാണ് എന്ത് കാണുന്നത്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അഥവാ മിതോഷ്ണ പുൽമേടുകൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അത് മാത്രമല്ല ഷോർട്ട് സമ്മേഴ്സ് ആൻഡ് ലോങ് വിന്റേഴ്സ് അല്ലെ, ഇവിടുത്തെ എന്താണ്, സമ്മർ സീസൺ ഉഷ്ണകാലം ചെറുതാണ്, വിന്റർ സീസൺ അഥവാ ശൈത്യകാലം എന്താണ്, വലുതാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ദീസ് റീജിയൻ എക്സ്പീരിയൻസ് ഹൈ ടെമ്പറേച്ചർ ഇൻ സമ്മർ, അതായത് ഉഷ്ണകാലത്ത് എന്താണ്, ഇവിടെ നല്ല ചൂടാ. ഉഷ്ണകാലം അഥവാ വേനൽക്കാലത്ത് ഇവിടെ എന്താണ്, നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല വിന്റർ സീസൺ അഥവാ ശൈത്യകാലത്തെ ടെമ്പറേച്ചർ എത്രയാ, 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 2 ഡിഗ്രി മുതൽ 13 ഡിഗ്രി വരെയാണ് വിന്റർ സീസൺ അഥവാ ശൈത്യകാലത്തെ താപനില. ഇനി ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്, റെയിൻഫോൾ വളരെ കുറവാണ്, 25 സെന്റിമീറ്റർ ടു 60 സെന്റിമീറ്റർ അല്ലെ, 25 സെന്റിമീറ്റർ മുതൽ 60 സെന്റിമീറ്റർ വരെയാണ് ഇവിടെ കിട്ടുന്ന എന്ത്, മഴ. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രീസ് ആർ വെരി ഫ്യൂ, വളരെ കുറച്ച്
വളരെ കുറച്ച് മാത്രം മരങ്ങൾ കാണുന്ന ഒരു സ്ഥലമാണ് ഏത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അഥവാ മിതോഷ്ണ പുൽമേടുകൾ. വളരെ കുറച്ച് മാത്രം മരങ്ങളോട് ഇവിടെ മെജോറിറ്റി എന്താണ്? ഗ്രാസ് ലാൻഡ്സ് അഥവാ പുൽമേടുകളാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. ഇവിടുത്തെ ഇൻഹാബിറ്റൻസ്, ഇവിടെ താമസിക്കുന്ന ആളുകൾ ആരാ? ഷെപ്പേർഡ്സ് അഥവാ ആരാണ്? നമ്മുടെ കന്നുകാലികളെ വളർത്തുന്ന ഇടയ ജനവിഭാഗങ്ങളാണ്. ഇതാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അഥവാ മിതോഷ്ണ പുൽമേടുകൾ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. ഈ ഒരു ഹോംവർക്കിൻ്റെ ആൻസർ മക്കളെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. ഏതൊക്കെയാണ് എന്താ ക്വസ്റ്റ്യൻ? വിച്ച് ആർ ദി മേജർ ക്ലൈമാറ്റിക് റീജിയൻസ് ഇൻ ദ വേൾഡ്? ലോകത്തിലെ പ്രധാന കാലാവസ്ഥാ മേഖലകൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് പറയാനുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മറ്റൊന്ന്, വിച്ച് ആർ ദി മേജർ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അറൗണ്ട് ഈച്ച് കോണ്ടിനെന്റ്? ഓരോ വൻകരയിലുമുള്ള പ്രധാന മിതോഷ്ണ പുൽമേടുകൾ ഏതൊക്കെ? ഇങ്ങനെയും ഒരു ചോദ്യം ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? ഓണം എക്സാമിന് കണ്ടേക്കാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അഥവാ മിതോഷ്ണ പുൽമേടുകൾ ഏതൊക്കെ? ഇതിൻ്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ നോട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. ആരെങ്കിലും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക, സെറ്റാക്കുക, ജിൽജിലാക്കുക. nafi.edu.pod എന്ന എന്നെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. It's me Nafi signing off. Bye.